ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എപ്പോഴെങ്കിലും പ്രിയങ്കയെ കൊല്ലുമെന്ന് പറഞ്ഞിരുന്നു? എന്റെ പൊന്നു സാറേ, പച്ചയ്ക്ക് കത്തിച്ചു കൊന്നുകളയും എന്നൊക്കെയാ പറഞ്ഞിട്ടുള്ളത്. നീ തന്നെ അവളെ കത്തിച്ച ചോരമെടുത്ത് അവരുടെ കയ്യിൽ വെച്ച് കൊടുക്കടി. എടി, ചെല്ലടി അങ്ങോട്ട്. ദേവാ, ഇനിയെങ്കിലും ഇവള് പറയുന്നതൊന്നും വിശ്വസിക്കരുത്. നമുക്ക് നമ്മുടെ മോളെ നഷ്ടപ്പെട്ടടാ. അതിന് കാരണക്കാരായ ആരെയും വെറുതെ വിടരുതടാ. എന്താ സർ? ഈ വീട്ടിലുള്ള എല്ലാരും ഒന്ന് വിളിച്ച്. പറഞ്ഞത് കേട്ടില്ലേ? വിളിക്കാൻ. മുൻവശത്ത് കൂടിയല്ലാതെ ഈ കോമ്പൗണ്ടിലേക്ക് കടക്കാൻ ഏതൊക്കെ മാർഗമുണ്ടെന്ന് നോക്കണം. ഓക്കെ സാർ. എന്താ സർ, എന്താ വീണ്ടും? അന്വേഷണം നടക്കുന്ന സ്ഥലങ്ങളിൽ വീണ്ടും വീണ്ടും പോകുന്നത് പോലീസിന്റെ ജോലിയാണല്ലോ. വരുണിന്റെ പേരിൽ എനിക്കൊരു പരാതി കിട്ടിയിട്ടുണ്ട്. ആറ്റുവാശ്ശേരി ദേവനാരായണൻ തിരുമേനിയുടെ അമ്മ സുകുമാരിയാണ് പരാതി തന്നിരിക്കുന്നത്. ആ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് വിവാഹം കഴിഞ്ഞ നാള് മുതൽ പ്രിയങ്ക ഇവിടെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കപ്പെട്ടു എന്നാണ്. നിങ്ങളാണല്ലേ ഇവിടത്തെ ഏറ്റവും മുതിർന്ന ആള്. വരുൺ പ്രിയങ്കയെ ഉപദ്രവിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല സർ. വരുൺ അങ്ങനെ ചെയ്തിട്ടില്ല എന്നാണോ, നിങ്ങൾ കണ്ടിട്ടില്ല എന്നാണോ? ഞാൻ കണ്ടിട്ടില്ല സർ. ഓക്കെ, നിങ്ങളിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? മിസ്റ്റർ വരുൺ, ദേവനാരായണൻ തിരുമേനി കിടന്ന ഹോസ്പിറ്റലിൽ വെച്ച് നിങ്ങൾ പ്രിയങ്കയെ തല്ലിയിരുന്നോ? സർ, അത് നോ ഡീറ്റെയിൽസ്. തല്ലിയിരുന്നോ ഇല്ലയോ? തല്ലിയിരുന്നു.
അത് അച്ഛന്റെ അസുഖം പോലും വകവയ്ക്കാതെ ബഹളം വെച്ചപ്പോ എന്തിനു ബഹളം വെച്ചപ്പോ? നിങ്ങളും പ്രിയങ്കയുടെ ചേച്ചിയുമായിട്ടുള്ള രഹസ്യ ബന്ധത്തിന്റെ പേരിൽ ബഹളം വെച്ചു. ദാറ്റ് മീൻസ് അതാണ് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിന്റെ പൊരുത്തക്കേടിന് കാരണം, അല്ലേ? ശ്ശേ. സർ, അക്കാര്യം പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. വരുൺ താലി കെട്ടിയത് പ്രിയങ്കയല്ല, രാധികയാ. മിസ്റ്റർ സൂര്യ, ഒരു അന്വേഷണത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോ പ്രതിസ്ഥാനത്തുള്ളവർ പറയുന്ന എല്ലാ കഥകളും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. വരുൺ, എപ്പോഴെങ്കിലും പ്രിയങ്കയെ കൊല്ലുമെന്ന് പറഞ്ഞിരുന്നോ? എന്റെ പൊന്ന് സാറേ, പച്ചയ്ക്ക് കത്തിച്ച് കൊന്നുകളയും എന്നൊക്കെയാ പറഞ്ഞിട്ടുള്ളത്. അതെ, അവൻ ദേഷ്യം കൊണ്ട് പറഞ്ഞതാ, അല്ലാതെ അവൻ അങ്ങനെയൊന്നും ചെയ്യൊന്നുമില്ല. പച്ചയ്ക്ക് കത്തിച്ച് കൊല്ലും അങ്ങനെ പറഞ്ഞത് നിങ്ങൾ കേട്ടോ? എവിടെ വെച്ചാ പറഞ്ഞത്? ചോദിച്ചത് കേട്ടില്ലേ? ഇവിടെ വെച്ച് തന്നെയാ. അത് പറയുമ്പോ ഈ നിൽക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു സർ. കത്തിച്ചു കൊല്ലുമെന്ന് ഒരാൾ പറഞ്ഞു. മണിക്കൂറുകൾക്കകം അത് സംഭവിച്ചു. പക്ഷേ എന്നിട്ടും നിങ്ങൾ നിങ്ങളുടെ മകനെ ന്യായീകരിക്കുന്നു. അതെങ്ങനാ മിസ്റ്റർ പരമേശ്വരൻ? ഓ, നിങ്ങളൊക്കെ സമ്പന്ന കുടുംബങ്ങളിലെ ആൾക്കാരല്ലേ? നിങ്ങൾക്ക് എന്തും ചെയ്യാന്നുള്ള പഴയ നിലപാടുണ്ടല്ലോ. വഴക്ക് നടന്നു എന്നുള്ളത് സത്യമാണ് സാർ. പക്ഷേ അതെങ്ങനെ അവസാനിക്കുമെന്ന് ആരും കരുതിയില്ല. നിങ്ങളാരാ? എന്റെ ഭാര്യയാണ് സർ. നിങ്ങൾക്ക് പ്രിയങ്കയോട് നീരസം വല്ലതുണ്ടായിരുന്നു? ഐ മീൻ, രണ്ട് മരുമക്കൾ തമ്മിലുള്ള എന്തെങ്കിലും? ഒന്നുമില്ല സർ, ഞാൻ സ്വന്തം അനുജത്തെ പോലെയാ അവളെ കണ്ടിരുന്നേ.